ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതേപോലെ സോഫ്റ്റ്വെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. വിഷ്വൽ സ്റ്റുഡിയോ വിഷ്വൽ സ്റ്റുഡിയോ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കമ്മ്യൂണിറ്റി വെർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് SQL സെർവറാണ്. ഈ SQL സെർവറും വിഷ്വൽ സ്റ്റുഡിയോയും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മെഷീനിൽ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും. ഇത് വളരെ ബേസിക് ആണ്. അപ്പം നിങ്ങൾക്കിത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ഇവിടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ടെംപ്ലേറ്റ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് വിൻഡോസ് ഫോംസ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഡിഫോൾട്ട് ഒരു പ്രോജക്റ്റ് നെയിം ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ ലൊക്കേഷനും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ .NET ഫ്രെയിംവർക്ക് 4.7.2 ആണ്. ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വിൻഡോസ് ഫോം ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണുന്ന, ഇപ്പോൾ ഞാൻ ഈ സെയിൽസ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നൊരു വിൻഡോസ് ഫോമാണിത്. ഈ ഒരു സെയിം ഫോമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണ്ട കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലൊരു ടൂൾ ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കൺട്രോൾസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ഡ്രാഗ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബട്ടൺ ടെക്സ്റ്റ് ലേബൽ, ഒരു പേര് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലേബൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി പേര് എൻ്റർ ചെയ്യാനുള്ളൊരു ടെക്സ്റ്റ് ബോക്സ് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ബട്ടൺ കൂടി ആഡ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കൺട്രോൾ കൂടി ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പേര് ജസ്റ്റ് മൊബൈലിന് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു ബട്ടൺ കൂടി ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വിൻഡോസ് ഫോം നമുക്ക് റൺ ആവും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ. സോ നമുക്ക് നമുക്ക് ഈ ഡാറ്റ സേവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാറ്റാബേസ് വേണം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ബേസിക് ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.